ഇനി നീ റിവ്യൂ പറഞ്ഞാൽ നിന്നെ ഓടിച്ചിട്ട് തല്ലുമെന്നാണ് എന്നെ ചില തമിഴന്മാർ പറഞ്ഞേക്കണത്. പക്ഷെ ഞാൻ ഇനിയും പറയൂടാ, ഞാൻ പറയും, നല്ല പടമാണ് ഞാൻ പറയും. അതിൻ്റെ കാരണം ഇന്നലെ നമ്മുടെ ജയിലർ 2-ൻ്റെ പ്രൊമോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇറങ്ങി അതിൻ്റെ ക്ലൈമാക്സ് സീനെ കഴിഞ്ഞ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. വിനായകൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ട്, ഇതുക്ക് മേലെ പെരിയ ആളിருக்கு, ഇതുക്ക് വലിയ ഉലകം ഇருக்கு. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാതെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് அந்த ഡയലോഗ് അങ്ങ് പോട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനച്ച മാതിരി സെക്കൻഡ് പാർട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോ ഇന്ന് റിലീസായിട്ടുണ്ട്. സൺ TV യൂട്യൂബ് ചാനലിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ നല്ല വോക്കലൊക്കെ കാര്യം അതിനൊരു ഇതാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ, ആ ഒരു റേഞ്ച് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പുള്ളി നല്ല കിട്ടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. വോക്കലൊക്കെ ഞാൻ ഒരു വട്ടം കണ്ടതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും സെറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അനിരുദ്ധിൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കിയത്. പ്രൊമോ ആയതുകൊണ്ട് ആക്ടറൊന്നും അല്ല, മ്യൂസിക് പ്രൊഡ്യൂസറാണ്, അവൻ അതിൻ്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അനിരുദ്ധിൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു നോക്കട്ടെ, നൈസ്. ഇങ്ങനെ ചത്തോലിക്കണം. நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே ஜி. உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம இந்த டிஸ்கஷன் ஒரு few monthsக்கு அப்புறம் வெச்சு கூடாது. പിന്നെ എടുത്തു പറയാനുള്ളത് ഈ പടം ഇപ്പോഴൊന്നും അല്ല വരുന്നത്, അടുത്ത പൊങ്കൽ, ഇന്നലത്തെ പൊങ്കലിന്, അതായത് മകര സംക്രാന്തിക്കാണ് സംഭവം അവർ ലോഞ്ച് ചെയ്തത്. പ്രൊമോ ലോഞ്ച് ചെയ്ത് ഇനി ടീസറും ട്രെയിലറും എല്ലാം വരാൻ കിടക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴൊന്നും വരുന്നില്ല, അതൊന്നും പേടിക്കണ്ടേ, ഷൂട്ടിംഗ് ഒക്കെ ആയിട്ടൊക്കെ വരുള്ളൂ. പക്ഷേ ഇനിയുള്ള വരാനുള്ളത് അടുത്ത 26 തീയതിയാണ് അവർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഫിലിം. ഇനി എന്തെങ്കിലും ലാഗ് വന്നാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്നിരിക്കാം. ശരിയാ. ഓ ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസം ഉണ്ടാക്കാൻ. ഓ ആസ് യൂഷ്വൽ സൗണ്ട് എഫക്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സൗണ്ട് പാക്ഡ് സൗണ്ട് വിഷ്വൽ എഫക്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പടമായിരിക്കുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, പ്രതീക്ഷിക്കാം. സെയിം BGM, ഫസ്റ്റിലെ സെയിം BGM, അതൊരു നൈസ് BGM ആണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റും. അനിരുദ്ധിൻ്റെ ഏറ്റവും ബെസ്റ്റ് BGMൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ജയിലർ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ജയിലർ ഫസ്റ്റിലെ ആ ഒരു എന്താ പറയുക, ആ ശിവാണ്ണയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ചില സമയത്തുള്ള ഒരു BGM ഒക്കെ ഒന്ന് രസം വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കറങ്ങടിക്കും. ഇതാണ് ആ സാധനം. ആ ഒരു ഫ്ലൂട്ട് പ്ലേ ചെയ്തേക്കണത് ആരാണ്, എവിടെ നിന്ന് ചാമ്പിയാണെങ്കിലും എന്താണെങ്കിലും, എത്ര അനിരുദ്ധ് വിരോധി ആയാലും നമുക്ക് ആ ഒരു ഫ്ലൂട്ട് BGM അത് ഏത് ഫിലിമിൽ നിന്ന് എടുത്താണെങ്കിലും, ക്രിയേറ്റീവ് ആണെങ്കിലും ഓണാണെങ്കിലും എന്താണെങ്കിലും അത് പൊളി, വേറെ ലെവലായിരുന്നു കേട്ടോ. ഇൻഡസ്ട്രി ഹിറ്റാണത്. എന്ന് വെള്ളക്ക് ഗ്രനേഡ് ആയിരുന്നു, സോറി. രണ്ടര മോനെ.
എൻ്റെ ഇതെന്താണ് താലിബാനാ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ടീംസ് എന്താണിത്? കൊള്ളാം. സെയിം ഇൻട്രോ പട്ടിയപ്പ ഇങ്ങനെ വിളിച്ചിട്ട് ഇട്ടിട്ടുള്ള പരിപാടിയില്ലേ ആ സാധനം. ഓർഡർ, ടൈഗറിൻ്റെ ഓർഡർ. ആ ബി ജി എമ്മിൻ്റെ ഒരു ടെമ്പോ ഒക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് പിച്ചൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഹൈ ആക്കിയിട്ടുണ്ട്. കൊള്ളാം. ആ ഒരു ബീറ്റിംഗ് കയറ്റി. പക്ഷേ കുറച്ച് അരോചകമായിട്ട് എവിടെയൊക്കെയോ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി സിനിമയിൽ മാച്ചിങ് ആയിരിക്കും. ഭയങ്കര മാർക്ക്. എൻ്റെ പൊന്നെ, VFX തള്ളിക്കയറ്റം. ഇനി കണ്ടു തന്നെ അറിയണം നെൽസൺ പഴയ നെൽസനായ അതോ വേറെ ലെവൽ നെൽസനായെന്ന്. കൊള്ളാം. എന്തായാലും ടിക്കറ്റ് ഒന്നും ഇപ്പോഴും ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അടുത്ത കൊല്ലം ബുക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ബുക്ക് ചെയ്യും. കാരണം ഞാൻ ജയിലർ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ സെക്കൻഡ് നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കും. ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കും. ബായ്. ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പിന്നെ കാണാം.